ഉമ്മൻചാണ്ടി നേരിട്ടത് നീതീകരിക്കാനാവാത്ത രാഷ്ട്രീയ വേട്ടയാണെന്ന് രാഹുൽ ഗാന്ധി. ക്രൂരമായ രാഷ്ട്രീയ ആക്രമണം അദ്ദേഹം നേരിട്ടുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ക്രിമിനൽ വേട്ട തന്നെയാണ് നേരിട്ടതെന്നും അപ്പോൾ പോലും ആരെയും കുറ്റപ്പെടുത്തി ഉമ്മൻചാണ്ടി സംസാരിച്ചിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ കല്ലറയിൽ രാഹുൽ ഗാന്ധി രാവിലെ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് രാഹുൽ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെത്തി. പള്ളി ഗ്രൗണ്ടിലെ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു പൊതുസമ്മേളനം. 21 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ കണ്ട മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന രാഷ്ട്രീയക്കാരൻ ഉമ്മൻചാണ്ടി മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അനാരോഗ്യം പോലും വകവയ്ക്കാതെ ഭാരത് ജോഡോ യാത്രയിൽ നടക്കാൻ ഇറങ്ങിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിന്റെ ആവിഷ്കാരമാണ് ഉമ്മൻചാണ്ടി. പല അർത്ഥത്തിൽ എൻ്റെ ഗുരുവാണ് അദ്ദേഹം. പല കാര്യത്തിലും വഴികാട്ടിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം 2ാം ഓർമ്മ ദിനത്തിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആൾക്കൂട്ടത്തെ ആഘോഷമാക്കിയ ഉമ്മൻചാണ്ടി അതേ ആൾക്കൂട്ടത്തെ കണ്ണീരണിയിച്ച് മടങ്ങിയെന്നാണ് വൈകാരികമായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചത്. മറ്റൊന്നും അന്വേഷിക്കാതെ അദ്ദേഹം ആവശ്യം മാത്രം കേട്ടു, പരിഹാരമുണ്ടാക്കി. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി എന്ന പേര് സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടതെന്നും അദ്ദേഹം കുറിച്ചു. When I first started, I used to see many different type of politicians around me. Some who had very, very smart ideas. Others who spoke really well, could come to a function like this and talk in a way which really convinced people. രാഷ്ട്രീയത്തിൽ ഞാൻ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് വളരെ മികച്ചതായ ആശയങ്ങളുണ്ട്, മറ്റു ചിലർ വളരെ മികവോടുകൂടി സംസാരിക്കും. ഉദാഹരണത്തിന് ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്നിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. Some people would think very deeply about issues. If you ask them about an issue, they could almost give you a PhD. നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റു ചില ആളുകൾ ചില പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും. അവരോട് നിങ്ങൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. And each politician is some balance of speaking ability, thinking ability. എല്ലാ രാഷ്ട്രീയക്കാരും ഓരോ രാഷ്ട്രീയ നേതാവും എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവിന്റെ, ചിന്തിക്കാനുള്ള കഴിവിന്റെ ഇടയിലുള്ള ഒരു സമതുലിതാവസ്ഥയിലാണ് ഓരോ രാഷ്ട്രീയക്കാരും നിൽക്കുന്നത്. And when you read the newspapers or you judge a politician, mostly you will say, oh, he is an expert on this field or he speaks really well. നിങ്ങളിപ്പോൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് പത്രത്തിൽ വായിക്കുമ്പോൾ അല്ലെ അവരെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ പറയും, ഓ ഈ രാഷ്ട്രീയക്കാരൻ വളരെ നന്നായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ആ വിഷയത്തിൽ ഒരു വിദഗ്ധനാണ്, അല്ലെങ്കിൽ വളരെ നന്നായി സംസാരിക്കുന്നു നിങ്ങൾ അവരെ കുറിച്ച് പറയാറുണ്ട്. But after some time in politics, I discovered that people are not really interested in how well a politician speaks or how well he thinks about something. കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ശേഷം എനിക്ക് മനസ്സിലായി, ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എത്രമാത്രം നന്നായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് എത്രമാത്രം നന്നായി പറയുന്നു എന്നതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി. Because before you speak and before you think about something, you have to feel about that thing. കാരണം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ്, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് അതെന്താണെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ഫീൽ ചെയ്യണം, അനുഭവിക്കണം. And I discovered that what people actually want from a politician is his ability to feel for them. ഞാൻ കണ്ടെത്തിയത്, ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവർക്ക് ആ രാഷ്ട്രീയക്കാരന് അവർ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ, മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. And often this is not so obvious. പക്ഷേ ഇത് പലപ്പോഴും പ്രകടമല്ല. Somebody is only thinking and feeling about himself, his future, he can give a good speech. ഉദാഹരണത്തിന് ഒരാള്, ആ വ്യക്തി സ്വയം തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, തന്റെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ആ വ്യക്തിക്ക് നല്ലൊരു പ്രസംഗം നൽകാൻ സാധിക്കും. Somebody is thinking deeply about some subject because
he wants to impress people, he can impress people. ആളുകളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് വളരെ നന്നായി സംസാരിക്കാൻ സാധിക്കും. But feelings are something that comes from inside. പക്ഷേ വികാരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. It's an act of humility. വികാരങ്ങൾ എന്ന് പറയുന്നത് വിനയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. So when you see a farmer, do you see a farmer or do you see a human being? ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കർഷകനെ കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു കർഷകനെയാണോ അതോ അവിടെ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ കാണുന്നത്? Do you feel the fear that he is feeling because it might not rain? മഴ പെയ്യുന്നില്ല എന്നോർത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ കർഷകന്റെ ഉള്ളിൽ തോന്നുന്ന ഭയം നിങ്ങൾക്ക് അനുഭവിക്കാൻ നിങ്ങൾക്കത് തോന്നാൻ സാധിക്കുന്നുണ്ടോ? Do you feel how he feels about his children when he goes to sleep? അദ്ദേഹം ഉറങ്ങാൻ പോകുമ്പോൾ ആ കർഷകൻ ഉറങ്ങാൻ പോകുമ്പോൾ തൻ്റെ കുട്ടികളെ കുറിച്ച് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ കഴിയുന്നുണ്ടോ? In Wayanad, there's a lot of man-animal conflict. വയനാട്ടിൽ മനുഷ്യ വന്യജീവി സംഘർഷം ധാരാളമായിട്ടുണ്ട്.